നമസ്കാരം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു സാധാരണ വിമാനയാത്രയിൽ നമ്മൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തു, തീർത്തും നിരുപദ്രവകാരിയായി തോന്നുന്ന ഒരു കൊച്ചുമിടുക്കൻ പെട്ടെന്നൊരു സുരക്ഷാ ഭീഷണിയായി മാറിയെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനികളിലൊന്ന് ഒരു സുപ്രഭാതത്തിൽ യാത്രക്കാരുടെ കൈവശമുള്ള ഒരു ആവശ്യ വസ്തുവിന് കടുത്ത വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് എന്തിനായിരിക്കും? വിമാനത്തിനുള്ളിൽ ചാർജ് തീർന്നാൽ എന്ത് ചെയ്യുമെന്നോർത്ത് ഇനി ആശങ്കപ്പെടേണ്ടതുണ്ടോ? നിങ്ങളുടെ മൊബൈൽ ഫോൺ ബാറ്ററി ചാർജ് ചെയ്യുന്ന ആ ചെറിയ ഉപകരണം എങ്ങനെയാണ് ആകാശയാത്രയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറിയത്? ഒരു യാത്രക്കാരന്റെ സൗകര്യത്തെക്കാൾ വലുതായി എയർലൈൻ കണ്ട ആ തീപ്പൊരി രഹസ്യം എന്താണ്? ലോകത്തിലെ മുൻനിര വിമാന കമ്പനികളിൽ ഒന്നായ എമിറേറ്റ്സ് എയർലൈൻസ് തങ്ങളുടെ വിമാനങ്ങളിൽ പവർ ബാങ്കുകൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. യാത്രാ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വിമാനത്തിനകത്ത് പവർ ബാങ്കുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായി വിലക്കിയത്. നിശ്ചിത മാനദണ്ഡം പാലിക്കുന്ന ഒരു പവർ ബാങ്ക് ഹാൻഡ് ബാഗേജിൽ വെക്കാം, എന്നാൽ വിമാനയാത്രക്കിടയിൽ പവർ ബാങ്ക് ഉപയോഗിക്കാൻ പാടില്ല. ചെക്ക് ഇൻ ബാഗേജിൽ പവർ ബാങ്ക് പാടില്ലെന്നും കർശന നിർദ്ദേശമുണ്ട്. 100 വാട്ട് മണിക്കൂറിൽ താഴെ ശേഷിയുള്ള ഒരു പവർ ബാങ്ക് കൈവശം വെക്കാനാണ് അനുമതി. വിമാനത്തിലെ വൈദ്യുതി സംവിധാനം ഉപയോഗിച്ച് പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ പാടില്ല. ഈ പുതിയ നിർദ്ദേശം ദീർഘദൂരം യാത്രക്കാരെയും സാങ്കേതിക ഉപകരണങ്ങളെ ആശ്രയിക്കുന്ന പ്രവാസികളെയും കാര്യമായി ബാധിച്ചേക്കും. വിമാനയാത്രക്കാർക്ക് അപ്രതീക്ഷിതമായി ഇരുട്ടടി നൽകിക്കൊണ്ടാണ് എമിറേറ്റ്സിന്റെ ഈ പുതിയ ഉത്തരവ്. ലിഥിയം ബാറ്ററികൾ ഉപയോഗിച്ചുള്ള പവർ ബാങ്കുകൾക്ക് വിമാനയാത്രയിൽ തീപിടുത്ത സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലിഥിയം അയൺ പോളിമർ ബാറ്ററികൾ ഉപയോഗിക്കുന്ന പവർ ബാങ്കുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ ഓവർ ചാർജ് ആവുകയോ ചെയ്താൽ വിമാനത്തിനകത്ത് തീപിടുത്തത്തിന് കാരണമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് കമ്പനി പറയുന്നത്. യാത്രക്കാരുടെ ജീവനും സ്വത്തിനും സുരക്ഷാ ഭീഷണി ഉണ്ടാവാതിരിക്കാനാണ് ഈ നടപടി എന്നാണ് എമിറേറ്റ്സിന്റെ വിശദീകരണം. സ്വന്തം സ്മാർട്ട് ഫോണുകൾ, ടാബുകൾ, ക്യാമറകൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കൊപ്പം പവർ ബാക്കപ്പിനായി പവർ ബാങ്കുകൾ കൈവശം വെക്കുന്നത് യാത്രക്കാരുടെ ശീലമായിരുന്നു. ഈ ശീലത്തിനാണ് ഇപ്പോൾ പൂട്ട് വീണിരിക്കുന്നത്. വിലക്ക് സംബന്ധിച്ച അറിയിപ്പ് വന്നതോടെ വിമാനയാത്രയ്ക്ക് ഒരുങ്ങുന്ന പ്രവാസി ഇന്ത്യക്കാരടക്കമുള്ളവർ ഇനി മുതൽ അധിക ശ്രദ്ധ നൽകേണ്ടിയിരിക്കുന്നു. അതേസമയം യാത്രക്കാർ തങ്ങളുടെ ഇലക്ട്രോണിക് ഡിവൈസുകൾ വിമാനം കയറുന്നതിന് മുമ്പ് പൂർണ്ണമായി ചാർജ് ചെയ്യണമെന്നും എയർലൈൻ നിർദ്ദേശിക്കുന്നുണ്ട്. ദീർഘദൂര യാത്രകളിൽ ചാർജ് തീരുന്നത് പലപ്പോഴും യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാറുണ്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി വിമാനത്തിനുള്ളിൽ ഇൻസീറ്റ് ചാർജിംഗ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും യാത്രക്കാർക്ക് അത് ഉപയോഗിക്കാമെന്നും എമിറേറ്റ്സ് പറയുന്നുണ്ട്. എയർലൈനുകളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. യാത്രക്കാരുടെ സൗകര്യത്തെക്കാൾ ഏറ്റവും വലിയ പ്രാധാന്യം സുരക്ഷയ്ക്ക് നൽകേണ്ടതുണ്ട് എന്ന സന്ദേശമാണ് ഈ തീരുമാനത്തിലൂടെ എമിറേറ്റ്സ് നൽകുന്നത്. അതിനാൽ യാത്ര ചെയ്യുന്നതിന് മുൻപ് എയർലൈനിന്റെ ലഗേജ് നിയമങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി പവർ ബാങ്കുകൾ ഒഴിവാക്കി സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ എല്ലാ യാത്രക്കാരും ശ്രദ്ധിക്കണം. ഈ വിലക്ക് നിലവിൽ വന്നതോടെ ഗൾഫ് മേഖലയിലേക്കും തിരിച്ചുമുള്ള വിമാനയാത്രക്കാർ തങ്ങളുടെ യാത്രാ മുന്നൊരുക്കങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. പവർ ബാങ്കിന് പകരം യാത്ര തുടങ്ങും മുമ്പ് ഡിവൈസുകൾ പൂർണ്ണമായി ചാർജ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് എമിറേറ്റ്സ് നൽകുന്നത്. വിമാനത്തിനുള്ളിൽ ഇൻസീറ്റ് ചാർജിംഗ് സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഈ നിയമം കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ യാത്രക്കാരന്റെയും ഉത്തരവാദിത്തമാണ്. യാത്രക്കാരുടെ സൗകര്യത്തെക്കാൾ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന ഈ നടപടി വരും ദിവസങ്ങളിൽ മറ്റു വിമാന കമ്പനികളും പിന്തുടർന്നേക്കാം. അതിനാൽ ഈ പുതിയ സുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി യാത്ര ചെയ്യാനുള്ള ശ്രദ്ധയും ജാഗ്രതയുമാണ് ഓരോ പ്രവാസികളും കാണിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.